ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പം എന്നത്തെ പോലെ ഇന്നും ചെറിയൊരു വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇനിയിപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഞാനിപ്പം വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഒരു 5:30 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ വൈകുന്നേരത്തെ ചായ കുടിയും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. പെട്ടെന്നൊരു തോന്നലാണ് കേട്ടോ വീഡിയോ എടുക്കാന്നുള്ളത്. അപ്പം അങ്ങനെ വീഡിയോ എടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് അലക്കിയ ഡ്രസ്സെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് മടക്കി വെക്കലാണ്. ഇപ്പോൾ മഴയെല്ലാം ആയതുകൊണ്ട് അലക്കി ഉണങ്ങി കിട്ടാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഈ ഒരു 2 ദിവസമായിട്ട് വെയിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതിൽ എല്ലാം ഡ്രസ്സൊന്ന് ഉണക്കിയെടുക്കെല്ലാം ചെയ്തിരിക്കുന്നു കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റ് അലക്കലും സോഫേൻ്റെ വിരിപ്പ് അലക്കലും അങ്ങനത്തെ പരിപാടിയെല്ലാം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ഡ്രസ്സെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം വേഗം ഒന്ന് മടക്കിയിട്ട് വെക്കലാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നു നമുക്ക് എങ്ങനെയാണ് ബെഡ്ഷീറ്റ് പില്ലോ കവറും കൂടി ഒപ്പരം മടക്കിയിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു നിൽക്കുന്നു. പെട്ടെന്ന് നമ്മളിങ്ങനെ അൽമാറിയിൽ നിന്ന് ഇങ്ങനെ തപ്പിക്കേണ്ടെങ്കിൽ നമുക്ക് കിട്ടൂലല്ലോ. ചിലപ്പോൾ പില്ലോ കവർ വേറെ ഇരിക്കും, ബെഡ്ഷീറ്റ് വേറെ ഇരിക്കും. അപ്പോൾ അത് എങ്ങനെ ഒപ്പരം സെറ്റായി മടക്കി വെക്കുക എന്നുള്ളതെല്ലാം ഞാൻ കാണിച്ചിരിക്കുന്നു. അപ്പം അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനിയിപ്പോൾ ഇതാ സോഫേൻ്റെ പിന്നെ ഷീറ്റെല്ലാം ഒന്ന് കറക്റ്റ് വിരിച്ചിടലാണ്. അത് വിരിച്ചിട്ടിക്കില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇരട്ടി പണി കിട്ടും കേട്ടോ. ഓൻ്റെ കളിസാനെല്ലാം കണ്ടിക്കില്ലേ, ഈടെയാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉള്ള ചളിയും പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതിനെക്കൊണ്ട് വേഗം ഇതാ ഷീറ്റ് ഉണങ്ങിയ പാടന്നെ എടുത്തിട്ട് വിരിക്കലാണ്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ചില ഇങ്ങനെ സൗണ്ടെല്ലാം കേൾക്കും കേട്ടോ. വീട്ടിലിങ്ങനെ കുറേ സംസാരം സൗണ്ടെല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. മോനും ഉമ്മാമ്മയും തമ്മിൽ അടി കൂടുന്ന സൗണ്ടാണ് കേട്ടോ അത് കേൾക്കുന്നത്. അപ്പം അങ്ങനെ അത്ര കാര്യമാക്കി എടുക്കണ്ട. ഇനിയിപ്പോൾ ഇതാ ഷീറ്റെല്ലാം വിരിച്ച് ലിവിങ് ഏരിയ ഒന്ന് സെറ്റാക്കി ഇട്ടിക്കേനു കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെ ഫുള്ളിങ്ങനെ ക്ലിയറായി കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇനിയിപ്പോൾ ഇതാ അതേപോലെ ഇതാ റൂമിൽ ബെഡ്ഷീറ്റെല്ലാം വിരിക്കാനുണ്ടേനു. അത് ചിലപ്പം രാവിലെ അടിച്ചു വരുമ്പോൾ തന്നെ വിരിക്കും, ചിലപ്പം എൻ്റെ മൂഡിനനുസരിച്ചിരിക്കും കേട്ടോ. എന്തായാലും കിടക്കുന്നതിൻ്റെ ഉള്ളിൽ എന്തായാലും ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് ക്ലിയർ ആക്കിയിട്ടിടും. ഇന്ന ടൈമൊന്നുമില്ല കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു രീതിക്ക് വിരിച്ചിട്ടിടലാണ്. അങ്ങനെ ഇതാ ഈ ഒരു റൂമിലെ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് വിരിച്ച് കറക്റ്റാക്കിയിട്ടിടുന്നതാണ്. ഞാൻ വിരിക്കും, ഓനത് ബെടക്കാക്കും. ഞാൻ വിരിക്കും, ഓനത് ഇങ്ങനെ ബെടക്കാക്കി കളയും, നാശാക്കി കളയും കേട്ടോ. അവസാനം ഞാൻ ആ കാറിൽ കൊണ്ടുപോയിട്ട് ഇരുത്തിയതാണ് ഓനെ. അങ്ങനെ ആ റൂമെല്ലാം ഒന്ന് കറക്റ്റ് വിരിച്ച് സെറ്റാക്കിയതിന്. ഇനിയിപ്പോൾ ഇതാ ബാങ്കെല്ലാം കൊടുക്കാനായപ്പം എല്ലായിടത്തും ലൈറ്റിലൊന്ന് ഇടലാണ്. ഇത് അല്ലെങ്കിലും ഫുൾ ടൈം ലൈറ്റ് ഇട്ടുകൊണ്ട് തന്നെ, ഇപ്പം മഴയിലായതുകൊണ്ട് ഇങ്ങനെ ഇരുട്ടടിക്കുന്നത് കൊണ്ട് ഫുള്ള് ലൈറ്റ് ഇട്ടിട്ട് തന്നെ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ മഗ്‌രിബ് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കൽ കേട്ടോ. ഒരു 7:30 മണിയെല്ലാം പിന്നെ വീഡിയോ എടുക്കുമ്പോൾ കേട്ടോ. അപ്പം ഒരു വീഡിയോ എടുക്കുന്നതിൽ എഴുതിയിട്ടാണ് ഇങ്ങനെ ഒരു ഫുള്ള് ലൈറ്റിലിട്ടത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഫുള്ള് ലൈറ്റൊന്നും ഇടലില്ല കേട്ടോ. എന്തെങ്കിലും ഫങ്ഷനോ അല്ലെങ്കിൽ ഗസ്റ്റോ അങ്ങനെ ആരെങ്കിലും വരുമ്പം ഇങ്ങനെ ഫുൾ ലൈറ്റിലിടും. അതിനെക്കൊണ്ടാണ് കുറേ ബൾബ് പോയത് ഇങ്ങനെ കണ്ടത് കേട്ടോ. കത്താത്തത് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഇതാ ഇനിയിപ്പം നേരെ കിച്ചണിലോട്ടേക്ക് ഫുഡെല്ലാം ഉണ്ടാക്കാനുണ്ട്, രാത്രിക്കത്തേക്ക് ഫുഡെല്ലാം ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു 7:45 ആകുമ്പോഴാണ് കിച്ചണിലോട്ടേക്ക് കയറല് കേട്ടോ. നമ്മൾ 2 ആളല്ലേ ഉള്ളൂ. അപ്പം അത്ര ഫുഡ് മതിയെല്ലാം എഴുതിയിട്ട് ഈ ഒരു ടൈമിലെല്ലാം ആകുമ്പോൾ കിച്ചണിലോട്ടേക്ക് കയറും. ഇനിയിപ്പോൾ ഇതാ എന്നത്തെയും പോലെയും ഈ ജനലെല്ലാം ഒന്ന് തുറന്നിടും. അത് കുക്ക് ചെയ്യുമ്പോൾ പിന്നെ മസ്റ്റാണ്. പിന്നെ ഒരു ജനലേ തുറക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഒരു ജനൽ ഭയങ്കര ടൈറ്റാണ്. ഇപ്പം മഴയെല്ലാം ആകുമ്പം അങ്ങനെയാണല്ലോ, നമ്മളെ ഡോറും ജനലെല്ലാം ഭയങ്കര ഒരു ടൈറ്റ് വരുമല്ലോ. അപ്പം ആ ഒരു ജനലാണ് തുറന്നിടൽ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കറി വെക്കലാണ്. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതുന്ന പിന്നെ അത് തേങ്ങ അരച്ച് വെക്കാൻ എഴുതിയിട്ട് ഇതാ ചിക്കനും അതിൽ മസാലയും ഉള്ളി എല്ലാം ഇട്ടിട്ട് കുക്കറിലാണ് ഇന്ന് കറി വെക്കുന്നത്. അതിനെക്കൊണ്ട് എല്ലാം ഇട്ടിട്ട് കുക്കറിൽ വെച്ചിക്കേനെ.
ഇനിയിപ്പം ഇന്ന് ചിക്കൻ കറി തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പം തേങ്ങ ജസ്റ്റ് ഒന്ന് വറുക്കാലോ കരുതിയിട്ട് തേങ്ങ ഒന്ന് വറുക്കലാണ് കേട്ടോ. അതിൽ കുറച്ച് വലിയ ജീരകം കൂടി ഇട്ടിട്ടാണ് ഒന്ന് വറുക്കുന്നത്. ഇങ്ങനെ വല്ലപ്പോഴേ വെക്കലുള്ളൂ കേട്ടോ, അങ്ങനെ എപ്പോഴൊന്നും വെക്കലില്ല. എപ്പോഴെങ്കിലും തോന്നി തേങ്ങയിലൊന്ന് വറുക്കും, അത്ര തന്നെ. ഇനിയിപ്പോൾ ഇതാ ചിക്കനെല്ലാം അത്യാവശ്യം വെന്ത് വന്നിന് കേട്ടോ. അപ്പം ഇതാ തേങ്ങ അരച്ചിട്ട് അതിൽ പാരലാണ്. എന്നിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കും. തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ഇനി ഈ ചിക്കൻ കറിക്ക് ഞാൻ ഉണ്ടാക്കുന്നത് പുട്ടുംപൊടി വെച്ചിട്ടുള്ള നെയ്പത്തലാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് പുട്ടുംപൊടി കുഴക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ നല്ല വെള്ളം ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അജ്മി പുട്ടുപൊടിയില്ലേ, ആ ഒരു പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തത്. ഞാൻ എപ്പോഴും യൂസ് ആക്കുന്ന പുട്ടുംപൊടിയാണ് അത്. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഈ ഒരു നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് അധികം ടൈമൊന്നും വേണ്ട. പിന്നെ എണ്ണ ഒട്ടും കുടിക്കത്തില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ ഇത് ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും അത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ പുട്ടുംപൊടി ഞങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് പുട്ടുംപൊടി അത്ര തന്നെ നമുക്ക് അരിപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല, അതിൽ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടാതിരുന്നാൽ മതി കേട്ടോ. അത്രയും അളവിൽ തന്നെ ഞാനിതാ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നതാണ്. നമുക്ക് മൈദപ്പൊടിനെക്കാട്ടിയും ഒന്നും കൂടി ഇഷ്ടം അരിപ്പൊടി ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. അതിനെക്കൊണ്ടാണ് ഞാൻ അരിപ്പൊടി ഇടുന്നത്. ഇനിയിപ്പം മൈദപ്പൊടിയാണ് ഇടാൻ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ അരിപ്പൊടിയും പിന്നെ പുട്ടുംപൊടിയും കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പം വലിയ ജീരകവും ചെറിയ ജീരകവും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ചളവിലല്ലേ ഇതെല്ലാം എടുത്തത്, അതിനെക്കൊണ്ട് കുറച്ചളവിൽ തന്നെ വലിയ ജീരകവും ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുക. ഇനിയിപ്പം ഇതിലേക്കുള്ള വെള്ളം എന്ന് പറയുന്നത് ഇതാ ഈ ഒരു രീതിക്ക് നല്ലോണം വെട്ടി തിളക്കണം കേട്ടോ. ഇങ്ങനത്തെ വെള്ളമാണ് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ നെയ്പ്പത്തിൽ ഉണ്ടാക്കിയാൽ റെഡി ആവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ആവശ്യമുള്ള വെള്ളം പാട്ടയിലേക്ക് ഒഴിച്ചിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളെ പുട്ടുംപൊടി നെയ്പ്പത്തിൽ ആ ഒരു പൊടിയില്ലേ അതിലേക്ക് കുറച്ചധികം തന്നെ ഒഴിച്ചെടുക്കലാണ് കേട്ടോ. കുറച്ചധികം തന്നിട്ടുണ്ടെങ്കിൽ നല്ലോണം ഒഴിച്ചെടുക്കുന്നുണ്ട്. കാരണം പുട്ടുംപൊടി ആയതുകൊണ്ട് തന്നെ വേഗം വെള്ളം വലിച്ചെടുക്കും. അതിനെക്കൊണ്ട് കുറച്ചധികം തന്നെ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം വേഗം വലിച്ചെടുക്കും കേട്ടോ അതിൻ്റെ ആ ഒരു ഇത് പുട്ടുംപൊടി. പിന്നെ ഇതിൽ നിങ്ങൾക്ക് പിന്നെ ഉള്ളി തേങ്ങ ഇതെല്ലാം ചേർക്കണമെങ്കിൽ അതെല്ലാം ചേർക്കാം. പക്ഷേ എനിക്ക് ഇതിൽ ഇങ്ങനെയാണ് ഇഷ്ടം. അതെല്ലാം ചേർത്തിക്കണമെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് എല്ലാം, പക്ഷേ എനിക്ക് ഇതിങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. ഈ ഒരു നെയ്പ്പത്തിൽ ഇങ്ങനെ തിന്നാനാണ് ഇഷ്ടം. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കുറച്ചൊരു വെള്ളം പോലെ ഉണ്ട്, പക്ഷെ അത് വെള്ളം വലിച്ചെടുക്കും കേട്ടോ. നമ്മളിങ്ങനെ ഒന്ന് കുഴച്ച് വരുമ്പോഴത്തേക്കും അത് പാകത്തിനാവും. അങ്ങനെ കുഴച്ച് അത് നമ്മൾ കൈയ്യുമെന്ന് ഇങ്ങനെ വിട്ട് വരും. ആ ഒരു പരുവാകുമ്പോൾ നമുക്കിതിങ്ങനെ ചെറിയ ബോൾസ് ആക്കാം. നമ്മളിങ്ങനെ നെയ്പ്പത്തിനാലും ഇങ്ങനെ കുഞ്ഞു ബോൾസ് ആക്കുമല്ലോ, ആ ഒരു രീതിക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഞാനിതാ ബാക്കിയുള്ള മാവെല്ലാം ആ ഒരു രീതിക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കലാണ്. ഇനിയിപ്പോൾ എല്ലാം ഞാനൊന്ന് ഈ ഒരു രീതിക്ക് ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇത് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒന്നും ചുടുന്നില്ല, ചുടുന്ന വെച്ചാൽ ബോൾസ് ആക്കണ്ട, അങ്ങനെ കുഴച്ചിട്ട് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ കുറച്ച് കഴിയുമ്പം കുറച്ച് കഴിഞ്ഞിട്ട് ചുടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി നല്ല ഡ്രൈ ആവും. അതിനെക്കൊണ്ട് ബോൾസ് ആക്കണ്ട. ഇപ്പോൾ ചുടുന്ന വെച്ചാൽ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇനി എങ്ങനെ ചുടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ നെയ്പ്പത്തിലെല്ലാം ചുടുമല്ലോ, നമ്മൾ പ്രസ്സിൽ ഒരു ബോൾസ് എടുക്കുക, പ്രസ്സിൽ അമർത്തുക, ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. നന്നായിട്ട് പരത്തിക്കുണ്ടെങ്കിൽ അത് പൊന്തൂല കേട്ടോ, ഭയങ്കര എണ്ണയും കുടിക്കും. അതിനെക്കൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തുക കേട്ടോ, കുറച്ചൊരു കട്ടി വേണം. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക. ഒരു 2-3 സെക്കൻഡ് എല്ലാം കഴിയുമ്പോൾ തന്നെ അത് പൊന്തി വരും. പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇട്ട് കൊടുക്കുക, അതും ഫ്രൈ, എന്നിട്ട് ആ സൈഡും ഫ്രൈ ആക്കുക. എന്നിട്ട് എണ്ണയിൽ നിന്ന് കോരുക.
ചുടലെല്ലാം സാധാരണ നമ്മൾ നെയ്പ്പത്തിൽ ചുടല്ല ആ ഒരു രീതിക്ക് തന്നെയാണ്. കുഴക്കലും പരത്തലും മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അത് രണ്ടും തെറ്റിപ്പോയിക്കേണ്ടതിലാണ് വല്ലാണ്ട് എണ്ണ കുടിക്കലും പൊന്താതെല്ലാം വരും കേട്ടോ. അത് രണ്ടും റെഡി ആയിക്കേണ്ടതിൽ നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെയ്പ്പത്തിലാണ് കേട്ടോ ഇത്. നമുക്ക് പെട്ടെന്നെല്ലാം ഗസ്റ്റിലും വന്നിട്ടുണ്ടെങ്കിൽ പുട്ടുംപൊടിയെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം അത്രക്കും അടിപൊളിയാണ്. നല്ല രസമാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല രസമാണ് കേട്ടോ. തിന്നാൻ സോഫ്റ്റുമാണ്, എന്നാൽ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കിയുള്ള എല്ലാം ഒന്ന് ചുട്ടെടുക്കലാണ്. ഇനിയിപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി നമ്മൾ ഫുഡ് കഴിക്കലാണ് കേട്ടോ. കിച്ചണിൽ തന്നെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കൽ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടേബിൾ മേടിക്കും, അല്ലെങ്കിൽ കിച്ചണിൽ തന്നെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കലാണ് കേട്ടോ. പിന്നെ മോന് താഴെ ഇരുന്നിട്ട് ഓനും കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടും ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കലാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഇനി പാത്രം കഴുകലും കിച്ചൺ ക്ലീൻ ആക്കലും അങ്ങനത്തെ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒഴിക്കാനുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്, ഫ്രിഡ്ജിൽ വെക്കും. നമുക്ക് പ്രത്യേകിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ആക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതിനെക്കൊണ്ട് കറി ഒന്ന് തിളപ്പിച്ചിട്ട് ഞാൻ കുക്കറിലും കറി അങ്ങനെ കുറേ ടൈം വെക്കൂല കേട്ടോ. കുക്കർ ഒഴിച്ചിട്ട് കഴുകിയിട്ട് വെക്കും. അത് വേറെ ഏതെങ്കിലും പാത്രത്തിലിട്ടേക്ക് മാറ്റിയിട്ട് കേട്ടോ. അപ്പോൾ കറി ഒന്ന് തിളപ്പിച്ചിട്ട് അത് ഒരു പാത്രത്തിലിട്ടേക്ക് ഒഴിച്ച് വെച്ചിട്ട് കുക്കറെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് എടുക്കലാണ്. ഇനിയിപ്പോൾ പാത്രമെല്ലാം കഴുകി വെക്കലാണ് കേട്ടോ. എനിക്കിഷ്ടം ഈ ഒരു സോപ്പിട്ട് ആ ഒരു ബോക്സില്ലേ, അതിൽ സോപ്പ് ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഞാൻ വെള്ളം കൂടി ഒഴിക്കും കേട്ടോ. എന്നിട്ടാണ് ഞാൻ കഴുകൽ. അങ്ങനെ ആകുമ്പോൾ എനിക്കെന്തോ പെട്ടെന്ന് പതയും പോലെ തോന്നും കേട്ടോ. എനിക്ക് പിന്നെ നല്ലോണം പതയും ചെയ്യണം. ഇത് പാത്രത്തിലും കഴുകുമ്പോൾ നന്നായിട്ട് പതയണം കേട്ടോ. അതിനെക്കൊണ്ടാണ് ഞാൻ അങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുന്നത്. പിന്നെ എന്നും മോന്തിക്കുന്ന പാത്രമെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് നോക്കും. എന്തെങ്കിലും എപ്പോഴെങ്കിലെല്ലാണ് പാത്രം കഴുകാതെ നിൽക്കൽ കേട്ടോ. പക്ഷെ എൻ്റെ ഒരു അറിവിൽ അങ്ങനെ പാത്രം കഴുകാതെ നിന്നിട്ടില്ല. എന്നും പാത്രമെല്ലാം കഴുകിയിട്ട് കിച്ചൺ ക്ലീൻ ആക്കിയിട്ടേ കിടക്കലുള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴേ ഒരു സമാധാനം കിട്ടും. അല്ലെങ്കിൽ ഭയങ്കര രാവിലെ എണീക്കണം, പാത്രം കഴുകണം, കിച്ചൺ ക്ലീൻ ആക്കണം, അങ്ങനെയെല്ലാം ഒരു ചിന്തയായിരിക്കും. അതിനുള്ളത് മോന്തിക്കന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നമില്ലല്ലോ. അതിനൊക്കെയുണ്ട് പാത്രമെല്ലാം കഴുകിയിട്ട് വെക്കലാണ് കേട്ടോ. ഇനി കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാത്രമെല്ലാം അപ്പം തന്നെ എടുത്ത് വെക്കും. പിന്നെ എനിക്ക് മടിയുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാത്രത്തിൽ എടുത്ത് വെക്കാൻ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ. കഴുകി വെക്കും, പക്ഷെ എടുത്ത് വെക്കാൻ എനിക്ക് മടിയുള്ളൊരു കാര്യമാണ്. പാത്രം എടുത്തൊക്കെ ചിലപ്പം രാവിലെ ആയിരിക്കും കേട്ടോ. കാരണം എനിക്ക് അത്രക്കും മടിയാണ് ഇങ്ങനെ പാത്രത്തിൽ എടുത്ത് വെക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാ പാത്രം എടുത്ത് വെച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇടലാണ്. ഇനിയിപ്പോൾ കിച്ചണ് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. കൗണ്ടർ ടോപ്പും പിന്നെ നിലവും എല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ ജെല്ല് തുറന്നിടുന്നതും കൂടി ഇപ്പോൾ മഴക്കാലത്തെല്ലാം നമ്മളിങ്ങനെ കാണുമല്ലേ ഈ ഒരു സാധനത്തിനെ. അപ്പം ഞാനത് എപ്പോൾ ജെല്ല് തുറന്നിട്ടാലും അത് വരും കേട്ടോ. അത് ഒന്നൊന്നല്ല, ചിലപ്പം 2-3 എണ്ണം ഉള്ളിലുണ്ടാവും കേട്ടോ, കിച്ചണിലുണ്ടാവും. ഇനിയിപ്പോൾ കിച്ചണെല്ലാം ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. കിച്ചണിൽ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ തുറന്നിട്ടിട്ടുള്ള ജനൽ പണിയെല്ലാം തീർന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അടക്കും. പിന്നെ ഫ്ലഗെല്ലാം ഊരിടാനുണ്ടെങ്കിൽ അതെല്ലാം ഊരിടും. പിന്നെ ഗ്യാസെല്ലാം ഓഫാക്കും കേട്ടോ. പിന്നെ മോൻക്ക് കിടക്കുന്ന ടൈമിൽ വെള്ളം കുടിക്കുന്നൊരു ശീലമുണ്ട്. അതിനെക്കൊണ്ട് ഓനക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയിട്ട് എടുക്കലാണ്.
അപ്പം ഇങ്ങനെയുള്ളതാണ് എൻ്റെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.